കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് സദൃശവാക്യങ്ങൾ 18-ന്റെ 10-ാം വാക്യം വായിക്കാം. പ്രോവേർബ്സ് ചാപ്റ്റർ 18 വേഴ്സ് 10. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എല്ലാം നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം. അങ്ങനെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാത്തൊരു ജീവിതം നമുക്ക് വിഭാവനം ചെയ്യുവാൻ കഴിയുകയില്ല. ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും അല്ല വേറെ ഒരാൾക്ക് ഉണ്ടാകുന്നത്. എങ്ങനെയായാലും എല്ലാവരുടെ ജീവിതത്തിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടങ്ങളും എല്ലാം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് ഒരു ദൈവപൈതൽ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സമയങ്ങളിൽ നാം എന്ത് ചെയ്യണം എന്നുള്ളതാണ് കുറുവാക്യത്തിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയുന്നത്. യഹോവയുടെ നാമം, നമുക്കൊരു നാമം തന്നിട്ടുണ്ട്, കർത്താവായ യേശുവിൻ്റെ നാമം. ആ നാമം എന്ന് പറയുന്നത് ബലമുള്ള ഗോപുരമാണ്. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ഈ നാമം നമുക്ക് ബലമാണ്, നമുക്ക് സങ്കേതമാണ്, നമുക്ക് കോട്ടയാണ്, ഉറപ്പുള്ള ഗോപുരമാണ്. ഏത് സമയത്തും നമുക്ക് ഈ യേശുവിൻ്റെ നാമത്തിൽ, യഹോവയുടെ നാമത്തിൽ നമുക്ക് അഭയം പ്രാപിക്കുവാൻ കഴിയും. ദൈവം നമുക്ക് സങ്കേതവും കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡിഫൻസ് എന്ന് പറയുന്നത് കർത്താവാണ്, കർത്താവിൻ്റെ നാമമാണ്. അതാണ് നമ്മുടെ സെക്യൂരിറ്റി, അതാണ് നമ്മുടെ സേഫ്റ്റി, അതാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ, അതാണ് നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും നമ്മളെ ബലത്തോടും ധൈര്യത്തോടും ദൈവകൃപയോടുകൂടി നിർത്തുവാൻ ഈ നാമത്തിന് കഴിയും. ദൈവവചനം തന്നെ യെശയ്യാ പ്രവചനം 25-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ പറയുന്നത്, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിൻ്റെ നേരെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുമ്പോൾ നീ എളിയവനെ ഒരു ദുർഗവും ദരിദ്രന് അവൻ്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലും ആയിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, കൊടുങ്കാറ്റ് പോലെ ഭയങ്കരന്മാരുടെ ചീറ്റൽ നമ്മുടെ നേരെ ആഞ്ഞടിക്കുമ്പോൾ, അവിടെ എഴുതിയിരിക്കുന്നത് കൊടുങ്കാറ്റ് പോലെ വരുമ്പോൾ ഒരു എളിയവനെ സംബന്ധിച്ചിടത്തോളം യഹോവയായ ദൈവം, ബലമുള്ള ഗോപുരമായ നമ്മുടെ ദൈവം ഒരു ദുർഗമായിരിക്കും. ദരിദ്രനെ അവൻ കഷ്ടത്തിൽ ഒരു കോട്ടയായി തീരുന്നു, ഒരു കൊടുങ്കാറ്റിൽ ഒരു ശരണമായി തീരുന്നു, ഉഷ്ണത്തിൽ ഒരു തണലുമായി തീരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. നമ്മൾ പഴയ നിയമ ഭക്തന്മാരുടെ ജീവിതം എടുത്തുവാലും ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയവരുടെ ജീവിതങ്ങൾ നമ്മൾ എടുത്തുവാലും ഇവരുടെ എല്ലാം ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ചലഞ്ചസ് ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം തരണം ചെയ്താണ് അവർ ഉന്നത സ്ഥാനങ്ങളിൽ അവരെത്തിയത്. ഉന്നതങ്ങളിൽ അവർ പറന്ന് ഉയരുന്നത് ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട്, ഇതിൻ്റെ മുകളിൽ കൂടി ഇതെല്ലാം കാണുന്ന നമ്മൾക്കറിയാം, സ്പീഡ് ബംസ് ഒക്കെ റോഡുകളിലുണ്ടല്ലോ, അതൊക്കെ കടന്ന് യാത്ര ചെയ്യുന്നത് പോലെ ഈ വെല്ലുവിളികളാവുന്ന ബംസ് കടന്നാണ് ഉയരത്തിലേക്ക്, ആരൊക്കെ ഉയരത്തിലേക്ക് ചെന്ന് എത്തിയിട്ടുണ്ടല്ലോ എല്ലാവർക്കും തന്നെ ഇത് കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പഴയ നിയമത്തിൽ നമ്മുടെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ പറ്റി നോക്കുമ്പോൾ, അബ്രഹാമിന് വിശ്വാസികളുടെ പിതാവെന്ന് പേര് വന്നു, അല്ലെങ്കിൽ ബഹുജാതികളുടെ പിതാവായി തീർന്നു അബ്രഹാം. അതൊന്നും ഒരു രാത്രി കൊണ്ട് അബ്രഹാമിന് ലഭിച്ച പേരായിരുന്നില്ല. ജീവിതത്തിലെ പല വെല്ലുവിളികളിൽ കൂടിയും പ്രശ്നങ്ങളിൽ കൂടിയും പ്രതികൂലങ്ങളിൽ കൂടി എല്ലാം അബ്രഹാമിന് കടന്നു പോകേണ്ടതായിട്ട് വന്നു. അത് കടന്നാണ് ഉന്നതങ്ങളിൽ അബ്രഹാം എത്തിയത്. അബ്രഹാമിൻ്റെ ജീവിതത്തെ പറ്റി നമ്മൾ നോക്കുമ്പോൾ, കനാൻ ദേശത്ത് ചെന്നപ്പോൾ, അതായത് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അബ്രഹാം ആ ദേശത്ത് എത്തിയപ്പോൾ തന്നെ, അബ്രഹാമിന് അവിടെ എത്തിയപ്പോൾ തന്നെ വലിയൊരു ക്ഷാമം അവിടെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. തൻ്റെ സഹോദരനായ ലോത്തുമായിട്ട് അവിടെ വളരെ ഇഷ്യൂസൊക്കെ അവിടെ ഉണ്ടായി. അതുതന്നെയല്ല, ലോത്തിൻ്റെ
പിടിക്കുവാൻ ശത്രുക്കൾ വന്നപ്പോൾ ഒരു യുദ്ധത്തിന് അബ്രഹാമിന് പോകേണ്ടതായിട്ട് വന്നു. അതുതന്നെയല്ല, അബ്രഹാമിന് സാറായുടെ നിർദ്ദേശപ്രകാരം അബ്രഹാം ഹാഗാർ, മിസ്രൈമ്യ ദാസ്യ ഹാഗാറിൻ്റെ അടുക്കൽ പോയപ്പോഴാണ് ഇസ്മയേൽ ഉണ്ടായി. അത് ജീവിതത്തിൽ വളരെ ഭാരമായി തീർന്നു അബ്രഹാമിന്. പല ടെംപ്റ്റേഷൻസ് അബ്രഹാമിന് ജീവിതത്തിൽ ഉണ്ടായി. അത് ചിലതിലൊക്കെ അബ്രഹാം തോറ്റുപോയി, ചിലതിലൊക്കെ അബ്രഹാം വിജയിച്ചു. എന്നാൽ ഇവിടെയെല്ലാം ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിലുള്ള വിശ്വാസമൊക്കെ കൈവിടാതെ കൂടെ കൊണ്ട് നടന്നിരുന്നു അബ്രഹാം. ഈ പ്രതികൂലങ്ങളെയും വെല്ലുവിളികളെയൊക്കെ അബ്രഹാം നേരിട്ടു. വാഗ്ദത്ത പ്രകാരം അബ്രഹാമിന് സന്തതി ജനിച്ചു, ഇസഹാക്ക് ജനിച്ചുവെങ്കിലും ആ സന്തോഷത്തോടു കൂടി ആയിരിക്കുന്ന അവസരത്തിൽ യഹോവയായ ദൈവം പറഞ്ഞു ആ തൻ്റെ ഏകജാതനായ പുത്രനെ യാഗമായി കൊടുക്കുവാൻ അബ്രഹാമിനോട് പറഞ്ഞു. അങ്ങനെ അബ്രഹാമിൻ്റെ മുമ്പിലുണ്ടായിരുന്ന വെല്ലുവിളികളിൽ കൂടി അതിനെ തരണം ചെയ്തുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് അബ്രഹാം പുറകോട്ട് നോക്കി സ്വന്തം സ്ഥലത്തെ ഊരിലേക്കൊന്നും തിരികെ പോയില്ല. ദൈവമേ എനിക്കിത് താങ്ങുവാൻ വയ്യ എന്ന് പറഞ്ഞ് തിരികെ പോയില്ല. അബ്രഹാം ആ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോയിട്ടാണ് വിശ്വാസികളുടെ പിതാവ് എന്ന പേര് അബ്രഹാമിന് അവിടെ വീണത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ജോസഫിനെ പറ്റി നോക്കുമ്പോൾ, ജോസഫ് തൻ്റെ പിതാവിനാൽ വളരെയധികം ലാളിക്കപ്പെട്ട പുത്രനായിരുന്നു. അപ്പോൾ തന്നെ സഹോദരന്മാർ സഹോദരന്മാരാൽ വെറുക്കപ്പെട്ടവനായിരുന്നു. ജോസഫിനെ സഹോദരന്മാർ അടിമയായിട്ട് വിറ്റു. ജോസഫിന് പൊട്ടക്കുഴിയിൽ കിടക്കേണ്ടതായിട്ട് വന്നു. ജോസഫിന് അത് തന്നെയല്ല, പൊത്തിഫേറിൻ്റെ ഒരു അടിമയായിട്ട് പൊത്തിഫേറിൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ തെറ്റായിട്ട് ഒരു ജോസഫിനെതിരായിട്ട് ഒരു കള്ളസാക്ഷ്യം പൊത്തിഫേറിൻ്റെ ഭാര്യ പറഞ്ഞത് മൂലം വീണ്ടും പ്രിസണിൽ കിടക്കേണ്ടതായിട്ട്, ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നു, കാരാഗ്രഹത്തിൽ കിടക്കേണ്ടതായിട്ട് വന്നു. താൻ ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിൽ കിടക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ ഇവിടെയെല്ലാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും വെല്ലുവിളികളും ഒക്കെ ജോസഫിന് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. അവിടെ കാരാഗ്രഹത്തിൽ കിടന്ന്, എന്നാൽ അവിടെയും ദൈവത്തിൻ്റെ കരവും അവനോ വിശ്വസ്തനായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജോസഫ് മുമ്പോട്ട് പോയി. ജോസഫിനെ ഓർക്കാമെന്ന് പറഞ്ഞ പാനപാത്രവാഹൻ ജോസഫിനെ ഓർത്തില്ല, ജോസഫിനെ മറന്നുപോയി. ജോസഫിനെ സഹായിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല. എന്നാൽ യഹോവയായ ദൈവം ജോസഫിനോട് കൂടെ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ഈ വെല്ലുവിളികളെയൊക്കെ തരണം ചെയ്ത് ജോസഫ് എവിടെ എത്തി? മിസ്രൈമിലെ, ഈജിപ്തിലെ രണ്ടാമനായി തീർന്നു ജോസഫ്. അപ്പോൾ ഈ ഉന്നതത്തിലേക്ക് ഈ ജോസഫിന് എത്തണമെങ്കിൽ പല പ്രതിസന്ധികളെയും തരണം ചെയ്യണമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു മോശയ്ക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യണമായിരുന്നു. പല വെല്ലുവിളികൾ മോശയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ദാവീദിന് അതുപോലായിരുന്നു. ദാവീദിന് സഹോദരന്മാരാൽ വെറുക്കപ്പെട്ട് ദാവീദ് സ്വന്തം പുത്രന്മാർ എതിരായിട്ട് നിന്നു, ശൗലെതിരായിട്ട് നിന്നു. ഇതെല്ലാം കടന്നുകൊണ്ടാണ് ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിട്ട് തീർന്നത്. നമുക്ക് പൗലോസിനെ പറ്റി നോക്കുമ്പോൾ പൗലോസിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ടായിരുന്നു കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുന്നതിൽ. എന്നാൽ അതിൽ നിന്നൊന്നും പൗലോസ് പുറകോട്ട് പോയില്ല. ഇവിടെയെല്ലാം അവർ വിശ്വാസത്തോടും വിശ്വസ്തയോടും ദൈവവചനത്തിലുള്ള അനുസരണത്തോടും കൂടെ അവർ ഈ പ്രതിസന്ധികളെല്ലാം അവർ തരണം ചെയ്തു. അപ്പോൾ ദൈവഹിതപ്രകാരം നമുക്ക് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വെല്ലുവിളികളൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവവചനം പറയുന്നത്, റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന്. അപ്പോൾ ഇതൊക്കെ ഉയരത്തിലേക്ക് അവർക്ക് പോകുവാനുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആയിരുന്നു. അതൊന്നും അവരെ തടഞ്ഞു നിർത്തിയില്ല. അവർ പോകുന്ന ജീവിതയാത്രയിൽ അവർക്ക് പാറക്കെട്ടുകൾ ഉണ്ടായിരുന്നു, മുള്ളുകൾ ഉണ്ടായിരുന്നു, ദുർഘടങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നു. എങ്കിലും അതിൽ കൂടി എല്ലാം കടന്നു പോയത് കൊണ്ടാണ് ദൈവം ആഗ്രഹിച്ച തുറമുഖത്തെ ഇവർക്കെല്ലാം എത്തുവാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും വെല്ലുവിളികളും എല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരും. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്
നമ്മൾ അതിനെ നേരിടുമ്പോൾ ദൈവത്തിൻ്റെ കരം തന്നെ നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോൾ നമ്മളെ എങ്ങനെയാണ് അതിന് തരണം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനോട് നാം എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവുകോലാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഈ പ്രതിസന്ധികൾ വരുമ്പോൾ, വെല്ലുവിളികൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വരുമ്പോൾ, അതില്ലാത്തവരാരുമില്ല. വരുമ്പോൾ അതിൽ കൂടി കടന്നു പോയെങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന തുറമുഖത്തെ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഉന്നതങ്ങളിൽ നമുക്ക് എത്തുവാൻ കഴിയുള്ളൂ. അങ്ങനെ തരണം അതങ്ങനെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൽ കൂടി കർത്താവ് നമ്മളെ കടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ തരണം ചെയ്യാൻ കഴിയുമെന്ന് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് അല്പസമയം ഒന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട് ഈ പ്രതികൂലങ്ങൾ കൂടി നമുക്ക് അഭിമുഖീകരിക്കേണ്ടി നമുക്ക് വരുമ്പോൾ ഒരു ദൈവ പൈതലിനെ ജീവിതത്തെ നോക്കുമ്പോൾ അവൻ നോക്കേണ്ടത് ആ പ്രതികൂലങ്ങളെ പ്രശ്നങ്ങളെ അല്ല, അതിനപ്പുറമായിട്ട് ദൈവമുഖത്തേക്കാണ് നോക്കേണ്ടത്. ദൈവത്തിന് അസാധ്യമായിട്ട് മാറ്റുവാൻ കഴിയാത്ത ഒരു പ്രതികൂലങ്ങളും ഇല്ല. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ പ്രശ്നങ്ങളെ അല്ല, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളെ അല്ല, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ അല്ല. എന്നാൽ നമ്മുടെ ഫോക്കസ് എപ്പോഴും ബലമുള്ള ഗോപുരമായ ഹല്ലേലൂയ, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ കൊടുങ്കാറ്റുകൾ വരുമ്പോൾ കർത്താവ് നമുക്ക് ദുർഗമായി നമ്മളോട് കൂടെ ഇരിക്കുന്ന, കോട്ടയായി നമ്മളോട് കൂടെ ഇരിക്കുന്ന ആ ദൈവമുഖത്തേക്കായിരിക്കണം നമ്മൾ നോക്കേണ്ടത്. കാരണം നമ്മുടെ സാഹചര്യങ്ങളെ കർത്താവിനറിയാം, നമ്മുടെ വീക്ക്നെസ് കർത്താവിനറിയാം, നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളത് കർത്താവിനറിയാം. ആ സമയത്ത് നമ്മുടെ ഫീലിങ്സ് കർത്താവിനറിയാം, നമുക്കുണ്ടാവുന്ന ശക്തി, നമ്മുടെ കഴിവ് എത്രയൊക്കെ നമുക്ക് കർത്താവിനറിയാം, എത്രമാത്രം അതിനെ തരണം ചെയ്യാൻ പറ്റുമെന്നുള്ളതും കർത്താവിനറിയാം. അതുകൊണ്ട് എല്ലാം അറിയാവുന്ന സർവശക്തൻ്റെ മുഖത്തേക്കായിരിക്കണം നമ്മുടെ കണ്ണുകളെ ഉയർത്തേണ്ടത്. നമുക്കറിയാം പത്രോസ് വെള്ളത്തിൽ കൂടി നടന്ന കാര്യം. ബോട്ടിൽ അവർ യാത്ര ചെയ്യുമ്പോൾ അവിടെ രാത്രിയാമത്തിൽ കൊടുങ്കാറ്റടിച്ചു. എന്നാൽ അവരെ രക്ഷിക്കുവാൻ വേണ്ടി, അവർ നശിച്ചു പോകാതെ അവരെ രക്ഷിക്കുവാൻ വേണ്ടി യേശു കർത്താവ് വെള്ളത്തിൽ കൂടെ നടന്ന് അവരുടെ അടുക്കലെത്തി. അപ്പോൾ യേശുവാണെന്ന് കണ്ടപ്പോൾ പത്രോസ് പറയുന്നു, കർത്താവെ അങ്ങാണെങ്കിൽ ഞാനും ഇതുപോലൊന്ന് നടന്ന് നിന്റെ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ എന്ന് പത്രോസ് പറയുന്നു. നമുക്കത് കാണുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ വായിക്കാമേ. അതിനെ പത്രോസ്, കർത്താവെ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്ക വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്നവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ എഴുതിയിരിക്കുന്നത്, കർത്താവിനെ നോക്കി അവൻ വെള്ളത്തിലോട്ട് ഇറങ്ങിയപ്പോൾ അവൻ ആ വെള്ളത്തിൽ കൂടി നടന്നു. കർത്താവ് വരിക എന്ന് പറഞ്ഞു, ആ വാക്ക് കേട്ട് വെള്ളത്തിൽ നടന്നു. അവന് യാതൊരു സംശയവുമില്ല. എന്താന്ന് വെച്ചാൽ കർത്താവാണ് വിളിച്ചത്. എന്നാൽ പെട്ടെന്ന് അവൻ്റെ ഫോക്കസ് അങ്ങ് മാറി. അവൻ ആ വെള്ളത്തിലോട്ടൊന്ന് നോക്കി, അല്ലെങ്കിൽ ആ കാറ്റിനെ ഒന്ന് നോക്കി. കർത്താവിൽ നിന്നുള്ള മുഖത്തു നിന്നുള്ള ഫോക്കസ് മാറിയപ്പോൾ അവന് സംശയം വന്നു. അപ്പോൾ അവൻ അവിടെ മുങ്ങിത്തുടങ്ങി. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ നിന്ന് നമ്മുടെ മുഖം മാറ്റുമ്പോഴാണ്, ആ പ്രതികൂലങ്ങളെ നമ്മൾ നോക്കുമ്പോഴാണ്, ആ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ നമ്മളെ ബലപ്പെടുത്തുന്ന കർത്താവിൽ നിന്ന് നമ്മുടെ മുഖം മാറ്റി ആ പ്രതികൂലങ്ങളെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ പ്രതികൂലങ്ങൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കർത്താവിനെക്കാട്ടിൽ കൊടുത്ത് നോക്കുമ്പോഴാണ് നമ്മൾ അതിൽ വേദനപ്പെടുകയും പ്രയാസപ്പെടുകയും അതിൽ നമ്മൾ പരാജയപ്പെട്ടു പോവുകയും ചെയ്യുന്നത്. ഈ പത്രോസിന്റെ ജീവിതത്തിൽ മാത്രമല്ല, വേദപുസ്തകത്തിൽ അനേക ഇടങ്ങളിൽ നമുക്കിത് കാണുവാൻ കഴിയും. അതുപോലെ ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്ത് എത്തുന്നതിന് മുമ്പായി കനാൻ ദേശം നോക്കുവാൻ വേണ്ടി മോശ ഇസ്രായേൽ മക്കളെ 12 ട്രൈബ്സിലെ 12 പ്രഭുക്കന്മാരെ, തലവന്മാരെ കനാൻ ദേശത്തേക്ക് വിട്ടു. നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വാ, ദേശം എങ്ങനെയുണ്ടെന്ന് കാണണം. അവിടുത്തെ ദേശം അവർ താമസിക്കുന്നത് പാളയത്തിലാണോ,
പട്ടണങ്ങളിലാണോ, അത് കോട്ടകൾ നിറഞ്ഞതാണോ, ദേശം ഫലപുഷ്ടി ഉള്ളതാണോ, ഫലപുഷ്ടി ഇല്ലാത്തതാണോ, അവിടുത്തെ മനുഷ്യർ എങ്ങനെയുള്ളവരാണ്, ശക്തരാണോ അശക്തരാണോ, അവിടുത്തെ കൃഷി എങ്ങനെയുണ്ട്, അവിടുത്തെ ഫലം എങ്ങനെയൊക്കെയാണ് എന്ന് അത് അവിടെ താമസിക്കുന്ന ജനങ്ങൾ എങ്ങനെയുള്ളവരാണ് എന്നൊക്കെ അറിയേണ്ടതിന് അവരവിടെ ചെന്ന് കണ്ടു. അവരവിടെ ചെന്ന് കണ്ടിട്ട് ദൈവവചനം പറയുന്നത് അവർ മോശമായിട്ടുള്ള അവരവിടെ ചെന്നപ്പോൾ നമുക്കത് സംഖ്യാപുസ്തകം നമുക്ക് 13-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ എഴുതിയിരിക്കുന്ന തലവന്മാരവിടെ ചെന്ന് കണ്ടു. അത് 2 പേര് യോശുവയും കാലേബിനും കണ്ടിട്ട് അവർക്ക് നല്ല വർത്തമാനം തിരികെ കൊണ്ടുവന്നു. എന്നാൽ 10 ഗോത്രങ്ങളിലുള്ളവർ ആ ദേശത്തിലെ ആൾക്കാരെയും കണ്ടപ്പോൾ അവർക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ വായിക്കാമേ. അവിടെ എഴുതിയിരിക്കുന്നത്, എങ്കിലും അവനോട് കൂടെ ഇരുന്ന പുരുഷന്മാർ ആ ജനത്തിൻ്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല, അവർ നമ്മിലും ബലവാന്മാർ ആകുന്നു എന്ന് പറഞ്ഞു. തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞതെന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാവുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അതികായകന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളിയെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. അവർ നോക്കിയപ്പോൾ അതികായകന്മാരെയാണ് ആ ദേശത്ത് കണ്ടത്. മല്ലന്മാരെ ആ ദേശത്ത് കണ്ടു. അവരുടെ ഫലങ്ങളെല്ലാം വളരെ ഒരു കുല മുന്തിരി, അതിനകത്ത് ഒരു കുല മുന്തിരി 2 പേർ തോളത്ത് വെച്ചാണ് കൊണ്ടുവന്നത്. അങ്ങനെ അവർ നോക്കുമ്പോൾ അപ്പോൾ ഈ അതികായകന്മാരെ എങ്ങനെയാണ് അവരുടെ ദേശത്തെ അവർ കീഴടക്കുന്നത് എന്നുള്ള ചിന്ത അവർക്കുണ്ടായി. ഇത്രയും വലിയ മല്ലന്മാരോട് ഞങ്ങൾ യുദ്ധം ചെയ്ത് എങ്ങനെ ഞങ്ങൾ ഇവിടെ കീഴടക്കും? എന്നാൽ യഹോവയായ ദൈവം നേരത്തെ അവർ പറഞ്ഞു, ആ ദേശം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നുവെന്നാണ് പറഞ്ഞത്. എന്നാൽ ദൈവം കൊടുത്ത പ്രോമിസിൽ അവർ വിശ്വസിക്കാതെ അവരുടെ പ്രതികൂലങ്ങളെ നോക്കി തങ്ങളെ നോക്കി, അവരെ നോക്കി, ആ ദേശത്തിലെ മല്ലന്മാരെ നോക്കി, അവർ തങ്ങളെ തന്നെ നോക്കിയപ്പോൾ ആ മല്ലന്മാരുടെ മുമ്പിൽ അവർ വെട്ടുക്കിളികളെ പോലെ ആയെന്ന് അവർക്ക് തന്നെ തോന്നി. അവർ തന്നെ അവരെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തപ്പോൾ അവരുടെ മുമ്പിൽ ഇവർ വെറും വെട്ടുക്കിളികളാണെന്ന് തോന്നി. എന്നാലും അവരോട് കൂടെ യഹോവയായ ദൈവം ഞങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് ഈ മല്ലന്മാരെ ഞങ്ങൾ തോൽപ്പിച്ച് ഈ ദേശം ഞങ്ങൾ കൈവശമാക്കുമെന്ന് യോശുവയും കാലേബും പറഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദൈവ മുഖത്തേക്ക് നോക്കുന്നതിന് പകരം അവരാരിലേക്ക് നോക്കി? പ്രതികൂലങ്ങളിലേക്ക് നോക്കി, തങ്ങളെ തന്നെ നോക്കി. അതുകൊണ്ട് അവർക്ക് ആ ദേശം കീഴടക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് 40 വർഷക്കാലം അവിടെ ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ ആ പ്രശ്നങ്ങളെ നോക്കി പിറുപിറുക്കാതെ പരാതിപ്പെടാതെ ഹല്ലേലൂയ ദൈവമുഖത്തേക്ക് നോക്കിയാൽ സർവശക്തനായ സകലത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ ഹല്ലേലൂയ ആ ദൈവമുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ വെറും വെട്ടുക്കിളികളെ പോലെ നമുക്ക് തോന്നും. കാരണം നമ്മുടെ ഉള്ളിൽ സർവശക്തനായ ദൈവമാണ് നമ്മളോട് കൂടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രശ്നങ്ങളെ നോക്കരുത്. രണ്ടാമതായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ പവർ, ശക്തിയിലും നമുക്ക് എന്തെങ്കിലും വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവം നമുക്ക് ചെയ്തു തരാമെന്ന് വാഗ്ദത്തം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ ശക്തി നമ്മൾ വിശ്വസിക്കണം, നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. ഓസ്വാൾഡ് ചേംബേഴ്സ് ആ വിശുദ്ധ മനുഷ്യൻ ഇങ്ങനെ പറയുന്നുണ്ട്, അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇറ്റ് ഈസ് നോട്ട് അവർ ട്രസ്റ്റ് ദാറ്റ് കീപ്സ് us but the God in whom we trust who keeps us. It is not our trust that keeps us but the God in whom we trust who keeps us. നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ട്രസ്റ്റ് അല്ല, നമ്മുടെ ട്രസ്റ്റ് അല്ല നമ്മളെ നിലനിർത്തുന്നത്. ആരിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നു ആ വ്യക്തിയാണ്, ആ കർത്താവാണ് നമ്മളെ നിലനിർത്തുന്നതെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദൈവം കാരണം ആ കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്.
കർത്താവ് ഒരു പ്രോമിസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാക്ക് മാറാത്തവനാണ്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും കർത്താവിന് നമ്മളോടുള്ള വാഗ്ദത്തം ഒരു നാളും, നമ്മൾ അവിശ്വസ്തരായ ഇടയ്ക്ക് തീർന്നാലും കർത്താവ് വിശ്വസ്തനാകൊണ്ട് അവൻ വിശ്വസ്തനായി നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളോട് പറഞ്ഞ വാഗ്ദത്ത നിവർത്തി അവൻ ചെയ്തു തരിക തന്നെ ചെയ്യും. സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ ഇട്ട് കൊടുക്കണം. ദൈവത്തിൽ നാം ബലപ്പെടണം. ദൈവകൃപയിൽ നാം ആശ്രയിക്കണം. നമ്മൾ ദാവീദിനെ പറ്റി നോക്കുമ്പോൾ, ദാവീദ് ഫെലിസ്ത്യരോട് ശൗലിനെ പേടിച്ച് ഇങ്ങനെ ഗുഹകളിലൊക്കെ ശൗലിനെ പേടിച്ച് ഏകദേശം 400 പേരുമായിട്ട് ഇങ്ങനെ തനിയ ദുർഗങ്ങളിലും ഗുഹകളിലൊക്കെ താമസിക്കുമ്പോൾ ഫെലിസ്ത്യ ദേശത്ത് ചെന്നപ്പോൾ ആ ഫെലിസ്ത്യ രാജാവ് ദാവീദിന് സിക്ലാഗ് എന്ന് പറയുന്ന സ്ഥലം കൊടുത്തു. അപ്പോൾ ദാവീദും കൂട്ടരും യുദ്ധത്തിനായിട്ട് ഫെലിസ്ത്യ ദേശത്തോട്ട് പോയി തിരികെ വന്നപ്പോൾ ഈ സിക്ലാഗ് എന്ന് പറഞ്ഞ സ്ഥലം അമാലേക്യരെ വന്ന് അതിനെ ആക്രമിച്ചു. ആ ദേശത്തെ എല്ലാം തീ വെച്ച് നശിപ്പിച്ചു. ദാവീദിൻ്റെ ഭാര്യമാരെയും കുട്ടികളെയെല്ലാം എടുത്തുകൊണ്ടുപോയി. മറ്റേ 400 പേരുടെയും കുടുംബത്തെയും അവരുടെ ഭാര്യമാരെയും കുട്ടികളെല്ലാം കൊണ്ടുപോയി. ഇങ്ങനെ വലിയൊരു കരച്ചിൽ അവിടെ ഉണ്ടായി. അപ്പോൾ ദാവീദ് സഹായിച്ച് ഈ 400 പേരും ദാവീദിനെ എറിയുവാൻ കല്ലുകൾ എടുത്തു. കാരണം ദാവീദ് മൂലമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്. അപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? ദൈവവചനത്തിൽ പറയുന്നു, 1 സാമുവേൽ 30-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ദാവീദോ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ദാവീദ് എന്ത് ചെയ്തു? ദാവീദിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ദാവീദ് ആ സമയം എന്ത് ചെയ്തു? ദാവീദോ യഹോവയായ ദൈവത്തിൽ ധൈര്യപ്പെട്ടുവെന്ന്. ബട്ട് ഡേവിഡ് സ്ട്രെങ്തൻഡ് ഹിംസെൽഫ് ഇൻ ദ ലോർഡ് ഹിസ് ഗോഡ്. ദൈവത്തിൽ ധൈര്യപ്പെടുകയാണ്, ദൈവത്തിൽ ബലപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ആ സാഹചര്യം തന്നെ നോക്കിയാലും സാഹചര്യത്തെ നോക്കിയാലും ദാവീദിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ ദൈവത്തിൽ ധൈര്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ പ്രത്യാശ ആരിലായിരിക്കണം? നമ്മുടെ ധൈര്യം നമ്മുടെ കർത്താവിലായിരിക്കും. നമ്മുടെ കർത്താവിൽ നമ്മൾ ധൈര്യപ്പെടണം. നമ്മുടെ കർത്താവിൽ നമ്മൾ പ്രത്യാശപ്പെടണം. യഹോസാഫാത്ത് രാജാവ് വലിയൊരു രാജാവായിരുന്നു. വിശ്വസ്തനായ ദൈവം മുമ്പാകെ നിന്ന രാജാവ്, വളരെയധികം മിലിറ്ററി ഉള്ള ഒരു രാജാവായിരുന്നു യഹോസാഫാത്ത് രാജാവ്. എന്നാൽ ആ രാജാവിനെതിരായി 2-3 ശത്രുക്കൾ ആ യഹൂദ ദേശത്തിനെതിരായിട്ട് വന്നപ്പോൾ യഹോസാഫാത്ത് രാജാവ് എന്ത് ചെയ്തു? ആലയത്തിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ദൈവമുഖത്തേക്ക് നോക്കി. യഹോസാഫാത്ത് രാജാവ് ദൈവത്തിൽ പ്രത്യാശ വെച്ചു, ദൈവത്തിൽ ധൈര്യപ്പെട്ടുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്കെതിരായിട്ട് വരുന്ന വലിയ രാജാവാണ്, വളരെ ശക്തിയുള്ള രാജാവാണ്. ദൈവമേ, ഞങ്ങൾക്കെതിരായിട്ട് വരുന്ന ഈ ശത്രുക്കളോട് പൊരുതുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. കർത്താവെ, ഞങ്ങളുടെ മുഖം നിങ്കിലേക്ക് ഉയർത്തുന്നു. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല, ഞങ്ങളുടെ മുഖം നിങ്കിലേക്ക് ഉയർത്തുന്നു. യഹോസാഫാത്ത് രാജാവ് ദൈവത്തിങ്കിലേക്ക് മുഖം ഉയർത്തി ദൈവത്തിൽ പ്രത്യാശ വെച്ചു. ദൈവത്തിൽ ധൈര്യപ്പെട്ടപ്പോൾ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതാണ്. യുദ്ധം നിങ്ങൾക്കല്ല, യുദ്ധം യഹോവയ്ക്കുള്ളതാണെന്ന് പറഞ്ഞ് അവിടെ യുദ്ധം യഹോവ അവർക്ക് വേണ്ടി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അടുത്തതായിട്ട് നമുക്ക് നോക്കാം, ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. നെഗറ്റീവായിട്ടുള്ള കാര്യം ഇൻറ്റൻഷനായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ചിന്തിക്കണം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പ്രയാസങ്ങൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ എങ്ങനെ നമ്മളായിരിക്കണം. അവിടെ പറയുന്നുണ്ട്, നമ്മുടെ ചിന്തകൾ ശരിയായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്ത ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്നും നമ്മുടെ മൈൻഡ് സെറ്റൊക്കെ അങ്ങോട്ട് മാറി, നമ്മുടെ നിരാശകളെയൊക്കെ മാറി ഈ ചിന്തകൾ നമ്മളെ മാനേജ് ചെയ്യുവാൻ തുടങ്ങും. ആ ചിന്തകൾ നമ്മളെ മാനേജ് ചെയ്യുമ്പോൾ ഈ പ്രതിസന്ധികളുടെ നടുവിൽ നമുക്ക് സമാധാനം ലഭിക്കും. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അവിടെ കാണുന്നത്, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവീൻ. പിന്നെ എഴുതി, എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഇങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല. നമുക്ക് നിരാശയും പ്രയാസങ്ങളൊക്കെ ആയിരിക്കും. എന്നാലും നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ
നമ്മളെ അങ്ങനെ ചിന്തിക്കുമ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ ബലപ്പെടുത്തുകയും അങ്ങ് മറ്റുള്ള ചിന്തകൾ, നിരാശയുടെ ചിന്തകൾ വരുമ്പോൾ ഈ ചിന്തകളെ കൊണ്ട് നമ്മളെ നിറയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനം, ഒരു ദിവസം നമ്മൾ രാവിലെ അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സമാധാനം നമ്മളെ നയിക്കും, നമ്മളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ വിശ്വാസം, നമ്മുടെ കർത്താവിലുള്ള ദൈവത്തിൻ്റെ വചനത്തിലുള്ള വിശ്വാസം, ദൈവം എന്നോട് കൂടെ ഇരുന്ന് കർത്താവ് എനിക്ക് കാര്യങ്ങളെ സാധിപ്പിച്ച് തരും എന്നുള്ള വിശ്വാസം നമുക്ക് എപ്പോഴും ദൈവമുഖത്തേക്ക് നമ്മൾ നോക്കുക, വിശ്വാസത്തോടു കൂടി നോക്കുക. വിശ്വാസത്തിൻ്റെ നായകന് പൂർത്തി വരുത്തുന്നതിനുമായ കർത്താവിനെ നാം നോക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് നടത്തിയ വഴികളെ നാം ഓർക്കുക. ദാവീദ് ഗോലിയാത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, യുദ്ധത്തിനായിട്ട് നിൽക്കുമ്പോൾ ദാവീദ് പറയുന്നുണ്ട്, അന്ന് സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരട് താൻ തനിയെ ആട്ടിടനായിട്ടിരിക്കുമ്പോൾ തൻ്റെ ആടുകൾ ഉപദ്രവിക്കാൻ വന്ന സിംഹത്തെയും കരടെയും താൻ തോൽപ്പിച്ച് അതിനെ കൊല്ലുവാൻ ദൈവം അവനെ സഹായിച്ചു. അപ്പോൾ ദാവീദ് ഗോലിയാത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ പറയുകയാണ്, അന്ന് സിംഹത്തിന്റെ വായിൽ നിന്നും കരടിയുടെ വായിൽ നിന്ന് രക്ഷിച്ച ദൈവത്തിന് എന്നോടുകൂടെ ഇരിക്കുമെന്ന്. ആ ദൈവത്തിൻ്റെ യഹോവയുടെ നാമത്തിൽ ഞാൻ വരുന്നു. കഴിഞ്ഞ സമയത്ത് എന്നെ രക്ഷിച്ച ദൈവം. ദാവീദ് പറയും, കഴിഞ്ഞ കാലത്ത് എന്നെ സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് രക്ഷിച്ച ദൈവം ഈ മല്ലൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നമ്മളെ നടത്തിയ വഴികളെ ഓർക്കുക. വിശ്വാസത്തോടുകൂടി ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ഹല്ലേലൂയ ആ ദൈവത്തെ നാം പൂർണ്ണമായി വിശ്വസിക്കുക. സ്തോത്രത്തോടുകൂടി ദൈവകരങ്ങളിൽ നമ്മുടെ വിഷയത്തെ സമർപ്പിക്കുക. എല്ലാ ചിന്താകുലങ്ങളെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇട്ടുകൊടുക്കുക. ചിന്താകുലങ്ങളെ അവൻ്റെ തോളിൽ ഇട്ടുകൊടുക്കുക. സ്തോത്രത്തോടെ ദൈവവചനം പറയുന്നത് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. സ്തോത്രത്തോടുകൂടി ഈ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ നാം ഇട്ടുകൊടുക്കുക. അങ്ങനെ നാം ദൈവസന്നിധിയിൽ ഇട്ടുകൊടുമ്പോൾ ഈ പ്രതികൂലങ്ങളിൽ ആ പ്രതികൂല സാഹചര്യത്തെ ശരിയായിട്ട് മനസ്സിലാക്കാനുള്ള ജ്ഞാനം ദൈവം നമുക്ക് തരും. ആ ജ്ഞാനം നമുക്ക് ദൈവം തരും. അതുതന്നെയല്ല, നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുവാനുള്ള ദൈവത്തിൻ്റെ കൃപ നമുക്ക് തരും. അതിനെപ്പറ്റി പൗലോസ് പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന കാര്യങ്ങൾ നാം ചെയ്യുക. അതുതന്നെയല്ല, കർത്താവിൻ്റെ ആലോചനയാൽ കർത്താവ് തന്നെ നമ്മളെ മുന്നോട്ട് വഴി നടത്തുകയും ചെയ്യും. അടുത്തതായിട്ട് ദൈവസന്നിധിയിൽ നാം നിലവിളിക്കുക. ദൈവസന്നിധി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഈ നിലവിളി ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലും. നാം ദൈവത്തോട് അഭൃത്യമായി നിലവിളിച്ചതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇറക്കി വെക്കുക. കർത്താവെ, ആ കാരണം നാം വിശ്വസിക്കുന്നു ഇത് ചെയ്തു തരുവാൻ ദൈവം മതിയായ ദൈവമാണെന്ന് നാം വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുക. നമ്മുടെ ബലഹീനതകളെ കർത്താവിനോട് പറയുക. നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റു പറയുക. നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ കർത്താവിൻ്റെ സന്നിധി നമ്മൾ ഇറക്കി വെക്കുക. അങ്ങനെ ദൈവസന്നിധി നിലവിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ആ പ്രാർത്ഥന ദൈവം കേട്ട് നമ്മളെ ആ പ്രതികൂലങ്ങൾ നമ്മളെ നടത്തിക്കൊണ്ട് കർത്താവ് പോകും. അടുത്തതായിട്ട് ദൈവപ്രവൃത്തിക്കായിട്ട് നമ്മൾ കാത്തിരിക്കുക. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായിട്ട് ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് എല്ലാത്തിനും ദൈവത്തിനൊരു സമയമുണ്ട്. നമ്മൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ ദൈവത്തിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി ആ സമയത്തിന് പരാതി പറയാതെ പിറുപിറുക്കാതെ പരാതി പറയാതെ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ധൈര്യവും നമ്മളിൽ പകർന്ന് ഈ കാലയളവിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള കൃപ ദൈവം നമുക്ക് തന്ന് ദൈവം നമ്മളെ വഴി നടത്തും. നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളും പ്രശ്നങ്ങളും മാത്രമേ ഉള്ളെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരാശപ്പെട്ടു പോകും. എന്നാൽ അതിന് പകരമായി നമ്മുടെ ജീവിതത്തെ കർത്താവ് ഒന്ന് ബാലൻസ് ചെയ്താണ് ദൈവം നമ്മളെ മുന്നോട്ട് വഴി നടക്കുന്നത്. നമുക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ തന്നെ അപ്പോഴും സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് തരും. നമുക്ക് എപ്പോഴും നമുക്ക് എപ്പോഴും അന്ധകാരം, നമുക്ക് ചിലപ്പോൾ ചില വഴികളായിരിക്കും. എന്നാൽ ദുർഘടങ്ങളില്ലാത്ത വഴികളിൽ കൂടി നമ്മളെ കൊണ്ടുപോകും. നമുക്ക് അന്ധകാരം നിറഞ്ഞ
ചില സാഹചര്യങ്ങളായിരിക്കും. എന്നാൽ വെളിച്ചത്തിൻ്റെ സാഹചര്യങ്ങളിൽ കൂടിയും ദൈവം നമ്മളെ നടത്തിക്കൊണ്ടുപോകും. എന്നാലും ദൈവം നമ്മളെ നടത്തിക്കൊണ്ട് പോകുന്ന വഴികളാണെങ്കിൽ തന്നെയും അവിടെയും നമുക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് ചിലപ്പോൾ ദൈവം ഗൈഡ് ചെയ്ത് പോകുന്ന വഴികളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും അവിടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരും. എന്നാൽ അതിനെല്ലാം വിടിയിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായ ദൈവമാണ്. എന്നാൽ നമുക്ക് ഈ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ, വെല്ലുവിളികളെ, പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ എല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് ഈ ബംസ് നാം ഇങ്ങനെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിച്ച തുറമുഖത്ത് നാം എത്തുകയാണ്. അല്ലെങ്കിൽ ഏത് ഉന്നത സ്ഥാനങ്ങളിൽ നാം ചെല്ലണോ ദൈവം ആഗ്രഹിക്കുന്നു, ആ ഉന്നത സ്ഥാനങ്ങളിലേക്ക് നമ്മൾ കയറി പോവുകയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഓർക്കണം. എന്നാൽ ഈ സ്ഥാനങ്ങളിലെല്ലാം പോകുമ്പോൾ കർത്താവ് നമുക്ക് പ്രോമിസ് തന്നിട്ടുണ്ട്. 91-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറയിനും കീഴിൽ നാം ശരണം പ്രാപിക്കും. അവൻ നമുക്ക് പരിചയം പലയുമായി, അവൻ്റെ വിശ്വസ്തത നമുക്ക് പരിചയം പലയുമായി നമ്മളോട് കൂടെ എപ്പോഴും ഇരിക്കുമെന്ന്. അന്നേരം അങ്ങനെ നമുക്ക് പ്രതികൂലങ്ങളിൽ നമുക്ക് ജയത്തോടെ പോകുവാൻ കഴിയും. ആ പ്രതികൂലങ്ങളെ നമുക്ക് എങ്ങനെ അഭിമുഖീകരിക്കുവാൻ കഴിയും? നമ്മുടെ കർത്താവ് ബലമുള്ള ഗോപുരമായി നമ്മളോട് കൂടെ ഇരുന്ന് ഈ പ്രതികൂലങ്ങളെല്ലാം അഭിമുഖീകരിക്കുവാനുള്ള ദൈവത്തിൻ്റെ കൃപ തന്നെ നമ്മളെ മുന്നോട്ട് വഴി നടത്തും. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം പ്രതിസന്ധികളിൽ കൂടിപ്പോയാലും നമ്മുടെ ഫോക്കസ് കർത്താവ് തന്നെ ആയിരിക്കട്ടെ. അവൻ ബലമുള്ള ഗോപുരം, നീതിമാനായ ദൈവം ബലമുള്ള ഗോപുരമായി നമ്മളോട് കൂടെ ഇരുന്ന് അവൻ നമുക്ക് നല്ല തുണയായി, നല്ല സങ്കേതമായി ഈ പ്രതിബന്ധങ്ങളെയും നമ്മുടെ മുമ്പിലുണ്ടാകുന്ന ചലഞ്ചസിനെയും എല്ലാം അഭിമുഖീകരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ഈ ദൈവമുഖത്തേക്ക് നമുക്ക് എപ്പോഴും നോക്കി പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധികളിൽ ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന, അതിനെ അഭിമുഖീകരിക്കുന്ന, അതിൽ കൂടി ജീവിതയാത്ര ഞങ്ങൾക്കെല്ലാം ഇങ്ങനെ ഉണ്ടാകും. എന്നാൽ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് കർത്താവ് ആഗ്രഹിക്കുന്ന തുറമുഖത്ത്, കർത്താവ് ആഗ്രഹിക്കുന്ന ഉന്നത സ്ഥാനങ്ങളിൽ ഞങ്ങൾ ചെന്നെത്തുന്നത്. അങ്ങനെയാണ് കർത്താവെ നിന്നെ അനുഗമിച്ച വിശുദ്ധന്മാർ, ഉന്നതങ്ങളിൽ എത്തിച്ചേർന്ന വിശുദ്ധന്മാർ, ദൈവം ആഗ്രഹിച്ച തുറമുഖത്ത് എത്തിച്ചേർന്നവരെല്ലാവരും ഇത് അഭിമുഖീകരിച്ചവരാണ്. കർത്താവെ, അത് ഞങ്ങളെ കേൾപ്പിച്ചതിനെ ഓർത്ത് സ്തോത്രം. ആ സമയം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനെ ഓർത്ത് സ്തോത്രം. അതിനെ ചെയ്തുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കർത്താവ് ആഗ്രഹിക്കുന്ന ഉന്നതങ്ങളിൽ എത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം.